ഇപ്പം ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നില്ല. 7 വർഷം കൂടെ സർവീസ് എനിക്ക് നിലനിൽക്കുന്നുണ്ട്. കാരണം ഞാൻ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്നിട്ട് ഒരു 6 മാസം മുമ്പാണ് ഞാൻ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്ത്. ഇപ്പം ഞാൻ നിങ്ങളെപ്പോലെ സിവിലിയനാണ്. പക്ഷേ 85,000 രൂപ പോലീസിൽ മാസം ശമ്പളമായിക്കൊണ്ടിരുന്ന ആ ഒരു സബ് ഇൻസ്പെക്ടർ യൂണിഫോമാണ് ഞാൻ ഊരി വെച്ചത്. ഒപ്പമുള്ള പോലീസുകാരെല്ലാം പറഞ്ഞു, കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറും എൻ്റെ ബാച്ചിലെ സുഹൃത്തുക്കളാണ്. അവരൊക്കെ പറഞ്ഞു, നീ ഒരു ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. കൊറോണയോ ഈ നിപ്പയോ ഇല്ല ഇവിടുത്തെ ഡിസാസ്റ്ററോ ഒക്കെ വന്നാൽ ഈ പ്രഭാഷണങ്ങൾ ഉണ്ടാവില്ല, സോഷ്യൽ മീഡിയ ഉണ്ടാവില്ല, പട്ടണി കിടക്കേണ്ടി വരും. 85,000 രൂപ നിനക്കിപ്പോൾ കിട്ടുന്നുണ്ട്, നിനക്ക് വലിയ കുറവൊന്നുമില്ല, നീ അത് ഒഴിവാക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സ് മുഴുവൻ ഒരു ബിലീവ് മൈൻഡാണ്. കാരണം എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ഇടങ്ങൾ, ഒരുപാട് അമ്മമാർ, ഒരുപാട് കോളനികൾ, ഒരുപാട് ജോഗ്രഫിക്കൽ ലൊക്കേഷനൊക്കെ കടന്ന് എനിക്ക് പോകണം. അങ്ങനെ വലിയൊരു ബിലീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്തപ്പം പിന്നെ ഒരിക്കലും പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ആ ഒരു ഇട്ടാവട്ടത്ത് മാത്രം ഞാനില്ലെങ്കിൽ 100 സബ് ഇൻസ്പെക്ടർമാരെ സർക്കാർ കൊണ്ടുവരും. പക്ഷേ ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന മോട്ടിവേഷൻ സ്പീക്കർക്ക് അങ്ങനെ പെരിന്തൽമണ്ണ മാത്രം ഒതുങ്ങാൻ സാധിക്കില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ പ്രൊഫഷണലായി കുറച്ചും കൂടെ സർക്കാരിലേക്ക് രാജിക്കത്ത് എഴുതി കൊടുത്ത് 3 കത്ത് എഴുതി കൊടുത്ത് 3 റിജക്റ്റ് ചെയ്തു. 4ാമത് വീണ്ടും എൻ്റെ അമ്മ കൊടുത്ത കത്ത് പ്രകാരമാണ് എനിക്ക് പിരിഞ്ഞു പോകാൻ സർക്കാർ എനിക്ക് അനുമതി തന്നത്. ഇപ്പം പെൻഷൻ വാങ്ങുന്ന ഒരു വ്യക്തിയാണ് ഈ ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന ഞാൻ. എൻ്റെ വലിയൊരു ആഗ്രഹം എന്താ ചോദിച്ചാൽ, നിങ്ങളെനിക്ക് ഒരു പൈസയും തരണ്ട, നിങ്ങളൊരു പണപ്പിരിവിന് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരില്ല, സോഷ്യൽ മീഡിയയിൽ ഞാൻ സംസാരിക്കത്തുമില്ല. നിങ്ങളാകെ എനിക്ക് ചെയ്തു തരേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. അതോടൊപ്പം സോഷ്യൽ മീഡിയ പേജ് ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും നിങ്ങൾ ഇന്ന് തന്നെയാണ് വീട്ടിൽ മക്കളുണ്ടെങ്കിൽ അവരോട് പറയണം, ഒന്ന് ലൈക്കും ഷെയറും ചെയ്യാൻ പറയണം. കാര്യം അതിൻ്റെ മോണിറ്റേഷൻ എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷത്തോളം രൂപ മോണിറ്റേഷൻ വാങ്ങുന്ന ആളാണ് ഞാൻ. മാസം 54ഓളം ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് ഞാൻ കൊടുത്തു കഴിഞ്ഞു. 54 ലാപ്ടോപ്പ് ഇനിയുണ്ട്. കുറേ ലാപ്ടോപ്പ് കൊടുക്കാൻ കുട്ടികൾക്ക്. അപേക്ഷയോ ക്യൂവോ ഒന്നുമില്ല. അതായത് തീർത്തും നിർദ്ധരായ മാതാപിതാക്കളൊന്നും ഇല്ലാത്ത, ഉപ്പയില്ലാത്ത പെൺകുട്ടികൾക്ക്, PG തൊട്ട് മുകളിലോട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം പാലക്കാട് ജില്ലയിൽ പുതുനഗരത്തിലൊരു കുഞ്ഞിനാണ് ഞാൻ ലാപ്ടോപ്പ് കൊടുത്തത്. നല്ല കോൺഫിഗറേഷനിൽ ഏകദേശം ഒരു 75,000 റുപ്പീസിൻ്റെ ലാപ്ടോപ്പാണ് കൊടുക്കുന്നത്. പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ഈ പറയുന്ന വീഡിയോ ഒക്കെ കാണുകയും ഷെയർ ചെയ്താൽ ഫേസ്ബുക്ക് കണ്ടാൽ വലിയ സന്തോഷമായി. ഇനി വേറെ പ്രാർത്ഥന കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. 2030 മലപ്പുറം ജില്ലയിൽ തീർത്തും സൗജന്യമായിട്ട് ലഹരിയുടെ ഉപയോഗം മൂലം ദുരന്തം അനുഭവിക്കുന്ന കുട്ടികളെ ശാസ്ത്രീയമായ രീതിയിൽ അവർക്കൊരു സൈക്കാട്രിക് ഇൻ്റർവെൻഷൻ പ്ലസ് ഒരു കിടത്തി ചികിത്സയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എൻ്റെ അമ്മ മേരിക്കുട്ടിയുടെ പേരിൽ പടുത്തുയർത്തുക എന്നുള്ള വലിയ സ്വപ്നത്തിൻ്റെ യാത്രയിലാണ് ഞാൻ. ആ യാത്രയ്ക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണമെന്ന് കൂടെ ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കരുതലുണ്ടാവട്ടെ. ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു വെച്ച് പോയാലേ അല്ലേ നമുക്ക് വീണ്ടും നമുക്ക് ചില നന്മകളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. അമ്മ ഈ അടുത്തിടയ്ക്ക് സോഡിയൊക്കെ കുറയുമ്പം അമ്മ എന്നോട് ചോദിക്കും, നീ ആരാടാൻ ചോദിക്കും. ഞാൻ അമ്മയൊന്ന് കെട്ടിപ്പിടിച്ച് നെറ്റിയിലങ്ങോട്ട് അമർത്തി ഉമ്മ വെക്കുമ്പോൾ അമ്മ പെട്ടെന്ന് കണ്ണി നോക്കിയിട്ട് എന്താ മക്കളെ ഞാൻ പറഞ്ഞെന്ന് ചോദിക്കും. അമ്മ എന്താ എന്നോട് പറഞ്ഞെന്നോ, ഞാൻ നല്ലതായിട്ട് തടിയൊക്കെ നന്നായിട്ടുണ്ട്, നീ സുന്ദരക്കുട്ടനായി എന്ന് അമ്മ പറഞ്ഞെന്ന് പറയും. അങ്ങനെയാണോ മക്കളെ ഞാൻ പറഞ്ഞു ചോദിക്കും. അങ്ങനെയാണ് എൻ്റെ അമ്മ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ വെറുതെ അല്ല പറയുന്ന റിയാലിറ്റി ഷോയിൽ വന്നൊരു ഫൈനൽ കണ്ടസ്റ്റൻസ് ആണ്. ആ സമയത്താണ് എൻ്റെ അമ്മ ഒരു ഭാഗം പാർശ്വമൊക്കെ കുഴഞ്ഞു പോകുന്നത്. ആ സമയത്ത് അമ്മ ഒരിക്കലും നടക്കൂല എന്ന് പറഞ്ഞൊരു അമ്മയായിരുന്നു. അങ്ങനെയാണ് അമ്മയെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ 10-15 വർഷം മുമ്പ് സാമ്പത്തികപരമായിട്ടും വീടിൻ്റെ അടവും വണ്ടിയുടെ അടവും അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എറണാകുളത്തും കോഴിക്കോടും ഒക്കെ സാമ്പത്തികമായിട്ടൊക്കെ നിന്നപ്പോൾ അമ്മ ഇനി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയെ ഒരു ഹൈഡ്രോളിക്കിൻ്റെ കട്ടിലും അമ്മയാണ് എനിക്ക് തന്നത്. ഇനി ചികിത്സയില്ല, ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അങ്ങനെയാണ് മഞ്ചേരി പോലീസ് ക്വാർട്ടേഴ്സ് നമ്പർ 1 ഞാൻ താമസം തുടങ്ങി. അങ്ങനെ ഒരിക്കലും ഇങ്ങനെ മഞ്ചേരിയിൽ നിന്ന് പെട്രോളിങ്ങിന് പോയ സമയത്താണ് മഞ്ചേരി മുള്ളമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തൊരു കുന്നിൻ്റെ മുകളിൽ ഒരു സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്. 30 പേരെ കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രിയാണ്. ആശുപത്രി ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അമ്മയെ കാണണം, ഞാൻ കോട്ടേഴ്സിലേക്ക് വരാമെന്ന് പറഞ്ഞു. കോട്ടേഴ്സിൽ വന്ന് അമ്മയെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ചിലപ്പം ഒരു മിറാക്കിളൊക്കെ സംഭവിക്കും, പക്ഷേ നിങ്ങളുടെ നല്ലൊരു കെയറിങ് ഉണ്ടാവണം, കൂടെ ആൾ നിൽക്കണം, അതുകൊണ്ട് നമുക്ക് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അവിടെ കിടത്തി ചികിത്സിക്കാമെന്ന് പറഞ്ഞു. വയറ്റിൽ എന്നും ചൂട് കുഴമ്പ് കയറ്റണം, വയറ്റിൽ അടിവസ്തി എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റാണ്. അങ്ങനെ ഈ അമ്മയെ ഈ മുള്ളമ്പാറ ആയുർവേദിക് ആശുപത്രി കൊണ്ടുപോയി 1 വർഷവും 1 മാസവും 11 ദിവസത്തോളമായപ്പോഴേക്കും അമ്മയുടെ വലത് കൈയും കാലും ഒക്കെ ഇങ്ങനെ അനക്കാനും ചലിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ 2 മാസമായപ്പം 1 വർഷവും 2 മാസം കഴിഞ്ഞപ്പോൾ അമ്മ പതിയെ പിടിച്ച് ചുവരിൽ നടക്കാൻ തുടങ്ങി.
ഇപ്പം അമ്മ സ്വന്തമായിട്ട് അമ്മ ബാത്റൂമിൽ പോവും, കുളിക്കും, ഭക്ഷണം കഴിക്കും, വരും. അമ്മ സ്വന്തമായിട്ട് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും. ഞാൻ എല്ലാ മാസമൊക്കെ ശമ്പളമൊക്കെ കിട്ടുമ്പോൾ അമ്മയ്ക്ക് ഒരു 5000 രൂപ അമ്മയുടെ കൈ കൊടുക്കും എല്ലാ മാസവും. ഈ പൈസ കൊടുക്കുമ്പോൾ അമ്മ ഈ കൈ ഇങ്ങനെ പൊങ്ങൂല, അമ്മ ഇങ്ങനെ കൈ കൊണ്ടുവരും. അപ്പം ഞാൻ വഴക്ക് പറയുന്നത് പഠിച്ച ഇങ്ങനെ. അപ്പം അമ്മ ഈ കൈ കൊണ്ട് വാങ്ങാൻ പെട്ടെന്ന് വരും. ഞാൻ പറയും അതുകൊണ്ടല്ല, ഇതുകൊണ്ട് വാങ്ങിയാലേ ഞാൻ തരുള്ളൂ എന്നൊക്കെ പറയും. അപ്പം അമ്മ ഈ കൈ പിടിക്കാൻ ചിലപ്പോൾ ഞാൻ പറയും ഈ കൈ പിടിക്കാൻ പറ്റില്ല, സ്വന്തം കൊണ്ട് പൊക്കുന്നൊക്കെ പറയും. അപ്പം അമ്മ കേശൊക്കെ പൈസ വാങ്ങുന്നത് നേരെ അമ്മ മുറിക്കകത്ത് പോയിട്ട് ഫാനൊക്കെ കൊണ്ട് ഓഫാക്കിയിട്ട് ഞാൻ കൊടുത്ത പൈസ അമ്മ ഇങ്ങനെ എണ്ണും. ഇങ്ങനെ ആ പൈസ എണ്ണുന്നതൊക്കെ ഞാൻ പലപ്പോഴും മാറി എന്നിങ്ങനെ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ വിചാരം ഞാൻ കൊടുക്കുന്ന ഔദാര്യമാണെന്നാ. ചാണക്യ സുഹൃത്തിൽ പറയുന്നുണ്ട്, 85,000 രൂപ ശമ്പളം വാങ്ങുമ്പോൾ ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന ഞാൻ 5000 രൂപ എൻ്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതും 10,000 രൂപ എൻ്റെ അച്ഛന് അവകാശപ്പെട്ടതുമാണ് ആ പൈസ. അത് അവരുടെ അവകാശമല്ല, അവരുടെ അവകാശമാണ്, ഔദാര്യമല്ല. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ നോക്കുമ്പോൾ അമ്മ ഈ കൈ കൊണ്ട് അമ്മയ്ക്ക് കൂടുതൽ ഇങ്ങനെ സ്പീഡ് പറ്റാത്തതുകൊണ്ട് ഈ കൈ കൊണ്ട് അമ്മ ഓരോ നോട്ടും ഇങ്ങനെ എടുക്കും, ഇങ്ങനെ എണ്ണും. ഇങ്ങനെ കൃത്യം അമ്മ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും. വല്ല മഷയുണ്ടോ ചുളുക്കുണ്ടോ മാറ്റി വെക്കും, അതെന്നോട് പറയുകയും ചെയ്യും. അപ്പം ഞാൻ 1-ാം തീയതി ശമ്പളം കയറും, 1-ാം തീയതി ATM എടുത്തുകൊണ്ട് വരും, 2-ാം തീയതി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അമ്മയ്ക്ക് പൈസ കൊടുക്കുക. ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ അമ്മയുടെ ഈ എണ്ണലൊക്കെ ഇങ്ങനെ കാണും. വലിയ രസമാണ് കാണാൻ അമ്മ എണ്ണുന്നതും അമ്മയുടെ മുഖഭാവവും ഒക്കെ. അതിനിടെ ഒറ്റയ്ക്ക് വർത്താനമൊക്കെ പറയും, അയ്യോ ഇത് മഷിയുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിനെ പറ്റിച്ചല്ലോ ഒക്കെ പറയും. അപ്പോൾ അതിൽ മഷിയുണ്ട് അമ്മ പറയും, അമ്മ എന്നെ കുഞ്ഞിനെ പറ്റിച്ചല്ലോ ഇവരെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ നമുക്ക് പറയും, ഒക്കെ ചിരിയൊക്കെ വരും. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് എണ്ണിക്കഴിയുന്ന സമയം എനിക്കറിയാം, ഞാൻ അമ്മയോട് പറയും, അമ്മ പോട്ടെ ചോദിക്കുക. ഇങ്ങനെ ആ മക്കളെ അറിയും. ആ വിളി എന്താ ചോദിച്ചാൽ എന്താ അറിയോ, ഞാൻ വരുന്നത് അറിയും. കാര്യം അമ്മയുടെ ബെഡ്റൂമിൽ നിന്ന് വന്ന് തിണ്ണയിൽ സിറ്റൗട്ടിൽ വന്നിട്ട് അമ്മ ഒരു കസേരയുണ്ട്, അവിടെ വന്ന് ഇരുന്നാൽ മാത്രമേ എനിക്ക് വണ്ടി എടുക്കാൻ ധൈര്യമുള്ളൂ. ഞാൻ വണ്ടി എടുക്കുമ്പോൾ അമ്മ എന്നും ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് ടാറ്റ കാണിക്കും. ഇത് കണ്ടിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ വണ്ടി എടുക്കുക, വലിയ ധൈര്യമാണ്. ചില മാസം ഞാനൊരു 4500 രൂപ അമ്മയ്ക്ക് കൊടുക്കുകയുള്ളൂ, ചില മാസം 5500 കൊടുക്കും. ഈ 5500 കൊടുത്ത മാസം ഭയങ്കര കഷ്ടപ്പാടാണ്. അമ്മയ്ക്ക് എണ്ണണമെങ്കിൽ 1 മണിക്കൂറൊന്നും പോരാ. കാര്യം 500 രൂപ അതിനകത്ത് കുടുങ്ങിയിട്ടുണ്ടല്ലോ. അമ്മ 1 വട്ടം എണ്ണും, 2 വട്ടം എണ്ണും, 3 വട്ടം എണ്ണും. അപ്പം അമ്മയുടെ കണക്കിൽ 5000 രൂപയാണല്ലോ, 500 രൂപ കൂടിയല്ലോ. അവസാനം ഞാൻ അമ്മയെ വിളിച്ചു, അമ്മ പോട്ടെ എന്ന് പറയുമ്പോൾ പറയും, മക്കളെ പോലെ മക്കളെ, അയ്യോ നീ നോക്കിയും കണ്ടൊക്കെ കൊടുക്കണതാ മക്കളെ, 500 രൂപ കൂടുതലുണ്ട് മക്കളെ. 500 രൂപ കൂടുതലുണ്ടെന്ന് പറയും. ആ പൈസ വാങ്ങി ഞാൻ പോക്കറ്റിൽ വെക്കും, കെട്ടിപ്പിടിച്ച് അമ്മയ്ക്ക് ഉമ്മ കൊടുക്കും. വലിയ സന്തോഷമാണ്. ചില മാസം ഞാൻ 4500 രൂപ കൊടുക്കുള്ളൂ അമ്മയ്ക്ക്. പക്ഷെ ഇന്ന് വരെയും എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല 500 രൂപ കുറവുണ്ട് മോനെ. ഈ മാത്തമാറ്റിക്സ് എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല. എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ 500 രൂപ കുറവുണ്ടെന്ന് പറയാത്തതിൻ്റെ ഈ കണക്ക് എനിക്കൊന്നും അറിയില്ല. അതാണ് അമ്മമാർ. എൻ്റെ മകന് 500 രൂപ കുറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് ചോദിച്ചാൽ ഇല്ലെങ്കിലോ എന്നതായിരിക്കാം അമ്മയുടെ ചിന്ത. ഞങ്ങൾ ഉമ്മമാരെ ഒന്നും നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലെ ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഞാൻ ചെറുപ്പളശ്ശേരി ക്ലാസ് എടുക്കാൻ പോയ സമയത്താണ് എൻ്റെ അമ്മ രാവിലെ വന്നിട്ട് പറഞ്ഞു, മക്കളെ അപ്പൻ ഇന്നലെ കിടന്നുറങ്ങിയിട്ടില്ല, ഇന്നലെ മൊത്തം വേദനയായിരുന്നു എന്ന് പറഞ്ഞു. ഞാനപ്പം മുറിക്കകത്ത് പോയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടു, പാൻറ്റൊക്കെ ഇട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ പോകാൻ നിൽക്കാം. മുറിക്കകത്ത് പോയി അച്ഛനോട് ചോദിച്ചു, എന്താപ്പാ എവിടെയാണ് വേദന എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവിടെയാണ് മക്കളെ എന്ന് പറഞ്ഞു. ഇവിടെ പിടിച്ചാൽ ഞെക്കി, ഇങ്ങനെ ഇവിടെ ഞെക്കിയപ്പോൾ പറഞ്ഞു ഇവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ കുറച്ച് നേരം മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അവിടെ അല്ല മക്കളെ പറഞ്ഞു. പിന്നെ എവിടെയാന്ന് ചോദിച്ചു. ദാ ഇവിടെയാണ് പറഞ്ഞു, ഇവിടെ. അപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെയൊക്കെ പതുക്കെ എവിടെയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ തന്നെ അവിടെ അല്ല പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞാൽ ഇവിടെ അല്ലാണ് പറഞ്ഞു. അല്ല ഇവിടെ ഞാൻ പിടിച്ച് ഞെക്കി. ഇവിടെ ഞെക്കുമ്പോൾ അച്ഛൻ അവിടെ വേദന ഉണ്ടോ ചോദിച്ചപ്പോഴത്തേന് അവിടെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഉറപ്പിച്ച് പറയാമെന്ന് പറഞ്ഞു. ഈ വാക്ക് ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്, ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞൂടെ. അത് കഴിഞ്ഞ് അമ്മ വന്നു. ഞാൻ പറഞ്ഞു, അമ്മ അപ്പൻ ഇവിടെയൊക്കെ പറയുന്നുണ്ട്, അത് ചൂടുവെള്ളമോ കഴിച്ചാൽ മതി, ഗ്യാസിൻ്റെ ഗുളിക വേണേൽ കഴിച്ചാൽ മതി, അതിൻ്റെ പ്രശ്നമാണ്, ഇത്രയും ചുമട് ഗുളികയല്ലേ, ഇനി ആശുപത്രി കൊണ്ടിട്ട് ഗുളിക വാങ്ങണോ ചോദിച്ചു. ആ കുഴപ്പമില്ല മക്കളെ, എവിടെയാണ് ക്ലാസ് എന്ന് ചോദിച്ചു. ചെറുപ്പളശ്ശേരിയിലാന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് വന്ന് ഷൂ കെട്ടിക്കൊണ്ടിരിക്കുമ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു,
കൊണ്ടുപോകണോ വേണേ പറയാറുണ്ട്. പക്ഷെ അച്ഛൻ്റെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണവും ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത പോലെ കണ്ടപ്പം ഞാനിങ്ങനെ എത്തി നോക്കിയിട്ട് പറഞ്ഞു, അപ്പാ കൊണ്ടുപോകണോ വേണേ പറയാറുണ്ട്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. എൻ്റെ ജീവിതത്തിൽ എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ അച്ഛനോട് ഞാൻ സംസാരിച്ച അവസാനത്തെ കോൺവെക്കേഷനാണ്. കൊണ്ടുപോകണോ വേണമെങ്കിൽ പറ. ഷൂ ഒക്കെ ഇട്ട് ഞാൻ ഇറങ്ങി വണ്ടി കയറി. വണ്ടൂർ, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, ചെർപ്പളശ്ശേരി, ഐഡിയൽ കോളേജ്, 2000 കുട്ടികൾ, നല്ലൊരു സെക്ഷൻ, സംഘാടകർ, ഭക്ഷണം. നേരെ എടപ്പാൾ കമ്മിറ്റിക്കാർ വന്ന് കാത്തിരിക്കുന്നു. അവരെ വണ്ടി കയറുന്നു, അങ്ങോട്ട് പോകുന്നു. അവിടുത്തെ പ്രോഗ്രാം കഴിയുന്നു. അവിടുത്തെ ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിച്ച് വണ്ടി കയറുന്നു. 6:45 മണിക്ക് ചെർപ്പളശ്ശേരിയിൽ നിന്ന് പെരിന്തൽമണ്ണയിൽ വന്ന് എൻ്റെ വണ്ടി എടുക്കുന്നു. നേരെ വണ്ടൂർ എത്തിയപ്പോഴാണ് എനിക്ക് തോന്നിയത് 11:20 എൻ്റെ മൊബൈൽ ഫോൺ സൈലൻറ്റിലിട്ടിട്ട് വെച്ചതാണ്. പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഡ്രൈവിംഗ് സീറ്റിൽ വെക്കുമ്പോൾ ഉണ്ട് ലൈറ്റ് വരുന്നു. അപ്പോൾ എൻ്റെ അയൽവാസി രതീഷാണ്. പെട്ടെന്ന് കോൾ എടുത്തു. എന്താ രതീഷ ചോദിച്ചു. എടുത്ത വായിക്ക് പറഞ്ഞു, നിങ്ങളൊരു മനുഷ്യനാണോ ചോദിച്ചു. നിങ്ങളൊരു മനുഷ്യനാ ഫിലിപ്പേട്ട, എത്ര നേരെ നിങ്ങളെ വിളിക്കുന്നത്, എത്ര ആളാ നിങ്ങളെ വിളിക്കണേ, നിങ്ങൾ എവിടെയാന്ന് ചോദിച്ചു. എടാ എന്ത് പറ്റിയടാ, നീ പേടിപ്പിക്കല്ലേ, പറയാറുണ്ടോ. ഒന്നുമില്ല, നിങ്ങൾ അച്ഛന് സുഖമില്ലായിരുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പതുക്കെ വന്നാൽ മതിയാണ്. അപ്പം മൊബൈൽ ഫോണിൻ്റെ കോള് കട്ട് ചെയ്തു. സ്ക്രീനിൽ എല്ലാം റെഡാണ്, മിസ് കോളുകൾ. എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ട് 74 പ്രാവശ്യം, 74 ടൈംസ്. എൻ്റെ പെങ്ങൾ വിളിച്ചിട്ടുണ്ട്, അയൽവാസികൾ വിളിച്ചിട്ടുണ്ട്, എല്ലാവരും വിളിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് വണ്ടി അവിടുന്ന്, ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്ന് എൻ്റെ വണ്ടി എങ്ങനെ, കാറ് എങ്ങനെയാണ് നിലമ്പൂർ വരെ ഓടിച്ചതെന്ന് ഇന്നും എനിക്കറിയില്ല. അപ്പോഴൊക്കെ മനസ്സിൽ ഒരു വിട്ടൊരു വാക്കുണ്ട്, കൊണ്ടുപോകണോ വേണേ പറ. ഞാൻ ഇറങ്ങാൻ നേരത്ത് അച്ഛൻ എന്നെ നോക്കിയ ദയനീയമായ നോട്ടമാണ് എൻ്റെ മനസ്സ് മുഴുവനും. പക്ഷെ ഒരു മണിയായ സമയത്ത് അച്ഛന് വീണ്ടും വേദന വന്നപ്പം അച്ഛൻ പറഞ്ഞു, അവനെ വിളിക്കരുത്, ക്ലാസ്സിലായിരിക്കും, ബുദ്ധിമുട്ടിക്കരുത് പറഞ്ഞു. അമ്മ അച്ഛൻ കാണാതെ വിളി തുടങ്ങി, എന്നെ നിരന്തരമായി വിളിക്കുകയായിരുന്നു. അവസാനം 6 മണിയായപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, നിഷാദിനെ വിളിക്കാം, അവൻ്റെ ഓട്ടോറിക്ഷ വിളിക്കാം, എന്നിട്ട് പോകാം, മോൻ ആശുപത്രിയിലോട്ട് വരും എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, വേണ്ട, നിഷാദ് കൊണ്ടുപോകണ്ട, എൻ്റെ മോൻ വന്ന് കൊണ്ടുപോകും, മോനെ അവിടെ ഡോക്ടർമാരെയൊക്കെ നല്ല പരിചയമല്ലേ, അവൻ കൊണ്ടുപോയാൽ നിനക്ക് അറിയില്ല, അവൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അനുഭവം, അവൻ വന്ന് എന്നെ കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, നീ അവനെ വിളിച്ചു നോക്കുന്നത്. നിർവാഹമില്ലാത്ത സമയത്താണ് അച്ഛൻ പറഞ്ഞത്, എന്നാൽ അവനെ ഒന്ന് വിളിച്ചു നോക്ക്, എനിക്ക് മേല് മൊത്തം വേദനയുണ്ട് കാരണം. പക്ഷേ ആ വിളി കേൾക്കാനും ഞാൻ ഉണ്ടായില്ല. ശേഷം 6 മണിയോടുകൂടി അച്ഛന് കാർഡിയോ അറസ്റ്റ് ആയിരുന്നു, ബ്ലഡ് ഛർദ്ദിച്ചിട്ടാണ് അച്ഛൻ മരിച്ചത്. വീടിൻ്റെ അടുത്ത് ഏകദേശം എത്താറായപ്പം പലരും എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വണ്ടികൾ കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ അച്ഛൻ പോയിട്ടുണ്ട്. വണ്ടി നിർത്തി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ ഓടി വീട്ടിനകത്തൊന്ന് കയറി. അപ്പം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ രതീഷും ബിനുവും അനിയൻ കുഞ്ഞും കുറേ ആളുകൾ അവിടെയുണ്ട്. ഞാൻ അവരെ തള്ളി മാറ്റി, അവരെ കയറെടുത്ത് പറഞ്ഞു, അവരെ തള്ളി മാറ്റി മുറിക്കകത്ത് കയറി. അപ്പം അച്ഛനൊരു നിക്കറിട്ടുകൊണ്ട് അച്ഛനെ കിടത്തിയിരിക്കുകയാണ് കട്ടിൽ. അവരെ ബ്ലഡ് ഇങ്ങനെ തുടക്കുകയാണ്. അപ്പം അച്ഛനെ ഒറ്റ മാത്രമേ കണ്ടപ്പോൾ അച്ഛനെ എടുത്തുകൊണ്ട് ഓടണമെന്നും, അച്ഛൻ്റെ ഒരു ചെറിയ കുട്ടിയെപ്പോലെ വാരിയലൊക്കെ അങ്ങോട്ട് ചുരുങ്ങിപ്പോയതുപോലെയും, പക്ഷേ ദേഹം മൊത്തം ഒരു കറുത്ത തരത്തിലെ ചോരയാണ്. അച്ഛനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഇന്നും ആ സാഹചര്യത്തിനെ ഞാൻ മറികടക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ നിങ്ങളുടെയൊക്കെ എൻ്റെ ആജ്ഞയിൽ അപേക്ഷയാണ്, നമ്മുടെയൊക്കെ മാതാപിതാക്കളെ അവരുടെ കുഞ്ഞു വേദനകളിൽ നിങ്ങളത് കാണാതെ പോകരുത്. നാളെ അവരെ കാണാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഒരവസരം നിങ്ങൾക്ക് ദൈവം തന്നു എന്ന് വരില്ല. ഫ്യൂണറെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം പകൽ സമയത്ത് പോലും പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് റോബി നഗർ എന്ന് പറയുന്ന ഓടായിക്കൽ, നിലമ്പൂരിൻ്റെ ഒരു കിഴക്ക് ഭാഗം. പകലൊക്കെ ആന ഇറങ്ങും. പ്രത്യേകിച്ച് സെമിത്തേരി ഒരു കുന്നിൻ്റെ ഫോറസ്റ്റിൻ്റെ സൈഡിലാണ് സെമിത്തേരി. ഒരു 9:30 മണിയായപ്പം എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. പിറ്റേ ദിവസവും അച്ഛനില്ലാത്ത വീട്ടിൽ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അച്ഛൻ്റെ ഷർട്ടുകളും അച്ഛൻ്റെ റേഡിയോയും അച്ഛൻ്റെ കണ്ണടയും അച്ഛൻ കിടന്ന ബെഡുമെല്ലാം എന്തൊക്കെയോ എന്നോട് പറഞ്ഞു എന്നിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ വണ്ടി എടുത്ത് ആരോടും പറയാതെ സെമിത്തേരി പോയി. എൻ്റെ ജീവിതത്തിൽ ഒരു 3 മണിക്കൂർ
നിരന്തരമായി നോൺ സ്റ്റോപ്പായിട്ട് ഞാൻ കരഞ്ഞൊരു നിമിഷമാണ് 3 മണിക്കൂറോളം. ഞാൻ പറഞ്ഞു, ഇന്നും സെമിത്തേരി പോകുമ്പം ഞാൻ ആ സെമിത്തേരിയുടെ കവാടത്തിൽ കിടക്കുമ്പം ഞാൻ പറയാറുണ്ട്, കൊണ്ടുപോകണോ, വേണമെങ്കിൽ പറ, ഞാൻ വന്നിട്ടുണ്ട്. എല്ലാ വേദികളിലും ഞാൻ കുട്ടികളോട് ഈ കാര്യം പറയാറുണ്ട്, എൻ്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അതുകൊണ്ട് എല്ലാ മക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്നും നിങ്ങളുടെ മാതാപിതാക്കളെ സങ്കടപ്പെടുത്തരുത്. മക്കളോടൊക്കെ പറയാം, നിങ്ങളുടെ വീട്ടിൽ പ്രായമായ ഉമ്മ ഉണ്ടെങ്കിൽ അവരുടെ കാലുവേദനയുണ്ട്, തലവേദനയുണ്ട്, നെഞ്ചുവേദനയുണ്ട് എന്ന് അവർ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. 100% വേദന അവർക്കുണ്ട്, പക്ഷെ അവർ പറഞ്ഞത് വെറും 30%. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വെച്ചാൽ അവർ പറഞ്ഞത്. പക്ഷെ നിങ്ങളുടെ മക്കളുണ്ടല്ലോ, ഇതുപോലുള്ള ചെറിയ കുഞ്ഞുങ്ങൾ, അവരുടെ നഖമൊന്ന് തട്ടിയാൽ, അവരുടെ കണ്ണിൽ സോപ്പ് പോയാൽ, അവരൊന്ന് ചുമച്ച് തലയിലേക്ക് നെറുകയിലേക്ക് എരിവ് കയറിയാൽ, അവരുടെ കുഞ്ഞിക്കാലൊന്ന് വേദനിച്ചാൽ, അവർ ചത്തുപോണേ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയും. അത് നമുക്ക് വല്ലാതെ വേദനിക്കും. കാരണം അവൻ്റെ വേദന 10% വേദന അവൻ 100%മായി നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി അവൻ കരഞ്ഞത്. അത് നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു. പക്ഷേ ജന്മം നൽകി വളർത്തി വലുതാക്കിയ ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസങ്ങളായ നമ്മുടെ മാതാപിതാക്കൾ ചുമക്കുണ്ട്, മുട്ടന് വേദനയുണ്ടെന്ന് പറയുന്നത് 100% വേദനയാണ്. അതവർ പറഞ്ഞത് 30, 20, 10%. അവരെ ശുശ്രൂഷിക്കാൻ ഒരു നിമിഷം പോലും നിങ്ങൾ ആശങ്കപ്പെടരുത്. നാളെ അവരെ സ്നേഹിക്കാൻ അവസരം നിങ്ങൾ തേടിപ്പോയാൽ ഈ ഭൂമിയിൽ അവരുടെ ഓർമ്മകൾ മാത്രമാവും ബാക്കിയാണ്. അമ്മമാരെ സ്നേഹിക്കണം, അമ്മമാരെ വേദനിപ്പിക്കരുതെന്നല്ല മക്കളോട് ഞാൻ പറയുന്നത്. മക്കളൊക്കെ ശ്രദ്ധിക്കണം, ഉമ്മമാരെയും ഉപ്പമാരെയും നിങ്ങൾ സ്നേഹിക്കുകയൊന്നും വേണ്ട, പക്ഷെ അവരെ നിങ്ങൾ വേദനിപ്പിക്കാതിരുന്നാൽ മതി. ഉമ്മമാരെയും ഉപ്പമാരെയും ഒന്നും മക്കൾ സ്നേഹിക്കണ്ട, പക്ഷെ അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്. അതവർക്ക് താങ്ങൂല. ഏതൊരു മകളോടും മകനോടും പറയാം, മാതാപിതാക്കളെ ധിക്കരിച്ച് വീട് വിട്ടിറങ്ങാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ ഈ മഹാപ്രപഞ്ചത്തിൽ നീ ഒരിക്കലും ഒരു പെൺകുട്ടിയാണെങ്കിൽ ദീർഘസുമംഗലിയായി ഭവിക്കപ്പെടുകയില്ല. ഇത് ഫിലിപ്പമ്പാടിന്റെ കോട്ടല്ല. ഒരു മകളുടെ സർവ്വ സൈന്യാധിപന്റെ അധികാരവും ഒരു ഉപ്പയിൽ നിക്ഷിപ്തമാണ്, ഒരു അച്ഛനിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് വിളിച്ചു ചേർത്ത ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ഒരു മകളെ ഏറ്റവും മനോഹരമായൊരു മാലാഖയാക്കിയ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ ബാധ്യസ്ഥനാണ് ഒരു ഉപ്പ. ആഗ്രഹങ്ങൾക്ക് നിന്ന് കൊടുക്കാതെ തന്നിഷ്ടത്തിൽ ഞാൻ പോകും അല്ലെങ്കിൽ പോയിരിക്കുമെന്ന് പറഞ്ഞ് വീട് വിട്ടു പോകുന്ന ഒരു മനുഷ്യഗണവും ഈ മഹാപ്രപഞ്ചത്തിൽ പ്രതാപശാലിയായി വളർന്നിട്ടില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതേപോലെ വളർത്തി വലുതാക്കിയ ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും മകളെ പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും നൽകി പ്രണയം എന്ന് പറയുന്ന 3 അക്ഷരത്തിന്റെ ചട്ടക്കൂടിലേക്ക് വിളിച്ചു വരുത്തി ഇറക്കിക്കൊണ്ടുപോകാൻ കാണിക്കുന്ന തടിമെടുക്കുണ്ടല്ലോ, അവിടെ ഓർക്കണം, ഹൃദയം നുറങ്ങിയ ഒരു ഉപ്പയും ഉമ്മയും ആ വീട്ടിലുണ്ട്. നീ ലോകത്തോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപരാധമാണ്. കാര്യം എന്താ? 19 വർഷക്കാലത്തോളം 17 വർഷക്കാലത്തോളം വളർത്തി വലുതാക്കിയ ഒരു ഉപ്പ, ഒരു അച്ഛന്റെ മാനസിക വൈകാരിക വേദനകളെ കാണാതെ, ഒരു ഉമ്മയുടെ പേറ്റുന്നവിനെ കാണാതെ നീ അവളെ ജീവിതത്തിലേക്ക് വിളിച്ചാൽ കാലം ചരിത്രത്തിന്റെ ഇടങ്ങളിൽ എഴുതി ചേർക്കപ്പെടും. നാളെ ഒരു ദിവസത്തിൽ അതിൻ്റെ 1000 മടങ്ങ് നീ വേദന അനുഭവിക്കുമെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രണയം എന്ന വിവാഹങ്ങൾ മുഴുവനും ഈ പ്രപഞ്ചത്തിൽ പരാജയപ്പെട്ടു പോകുന്നതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. പ്രണയത്തിന് ഞാൻ ഒരു വിരോധം പറയുന്ന ആളൊന്നുമല്ല, പക്ഷേ പ്രണയ വിവാഹങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോകുന്നു എന്ന് കണ്ടെത്തിയത് 92% പ്രണയ വിവാഹങ്ങൾ പരാജയപ്പെടുന്നു. പരസ്പരം കണ്ട് കേട്ട് ഇഷ്ടപ്പെട്ട് സംസാരിച്ചിട്ടും ഒന്നായവർ എന്തുകൊണ്ടാണ് പാതി വഴിയിൽ പിരിഞ്ഞു പോകുന്നത്? എന്തുകൊണ്ടാണ് കുടുംബ ബന്ധത്തിൻ്റെ സപ്പോർട്ടില്ലാതെ, എന്തുകൊണ്ടാണ് ഒരു തുണയില്ലാതെ അവസാനം അടിച്ചു പിരിയുന്നതായിട്ട് നമ്മളൊക്കെ കാണുന്നത്? അവിടെ എല്ലാം ശ്രദ്ധിക്കണമെന്ന് മാത്രം പറയുകയാണ്. അതുകൊണ്ട് അമ്മമാരെയും ഉപ്പമാരെയും സ്നേഹിക്കുക മക്കളെ. അതിൽ കഴിഞ്ഞൊന്നും ഈ സംസാരത്തിൽ എനിക്ക് ആവർത്തിച്ച് പറയാനില്ല. അവരെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ചാൽ ഈ മഹാപ്രപഞ്ചത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു മനുഷ്യന് സാധിക്കൂല. ഉമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പ പറഞ്ഞ പോലെ കേവലം ഒരു വാക്കല്ല. അമ്മ സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും ഒക്കെ തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന ഒരു സ്ത്രീ ജന്മമുണ്ടെങ്കിൽ അവളുടെ പേര് അമ്മ എന്നാണ്. തൊടിയിലെ വാടിക്കരിഞ്ഞ ചെടികൾക്കും കരിയാപ്പലുകൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു കർഷക സ്ത്രീ അവാർഡ് പോലും ഇന്ന് വരെയും കിട്ടാത്ത ഒരു മഹിള വീട്ടിലുണ്ടെങ്കിൽ അവളുടെ പേര്
അമ്മ എന്നാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. നമ്മുടെ വരവെന്ന് വൈകിയാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവേന അനുഭവിപ്പത് ആരാന്ന് ചോദിച്ചാൽ അവളുടെ പേരും അമ്മ എന്നാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. വിളമ്പിക്കൊടുത്ത് തനിക്ക് തിരിയാതെ വരുമ്പോ മക്കളെ ഉമ്മാക്കത് ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്നവളുടെ പേര് ഉമ്മ എന്നാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. ദൈവത്തോടുള്ള പരിവം പറച്ചിൽ സ്വന്തം പേര് പറയാൻ മറന്നു പോകുന്ന ഒരുവളുണ്ടെങ്കിൽ അവളുടെ പേരും ഉമ്മ എന്നാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരേസമാരാണ് നമ്മുടെ ഓരോ അമ്മമാരും. അവരെ സങ്കടപ്പെടുത്തരുത്. എൻ്റെയും നിന്റെയും വരവെന്ന് വൈകി വീടിനെ ഓർക്കാതെ വീടിനെ മറന്നു കളയുന്നിടത്താണ് ഓരോ അമ്മമാരും ഈ ലോകത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൃഹാന്തരീക്ഷത്തിന്റെ ഇരുണ്ടിടനാട് ചൂടിനോടും ചാരത്തോടും പടവെട്ടി ചുക്കി ചുളിഞ്ഞുപോയ ഒരു പഴന്തുണി കഷ്ണമാണ് നമ്മുടെ ഓരോ ഉമ്മമാരും. അവരെ സങ്കടപ്പെടുത്തരുത്. എൻ്റെയും നിങ്ങളുടെയും വിഴിപ്പലക്കി അലക്കി തളർന്നു പോയവളുടെ പേരാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. എല്ലാ ലൈറ്റുകളും അണച്ച് അവസാനത്തെ ലൈറ്റും കെടുത്തി സ്വന്തം ഒരു മുറി പോലും ഇല്ലാതെ കിടന്നുറങ്ങുന്നവളുടെ പേര് അമ്മ എന്നാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. ഒടുവിൽ ഈ സാഗരം കളമൊഴിഞ്ഞു പോകുമ്പം വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും എൻ്റെ അമ്മയില്ലാത്ത വീട്, എൻ്റെ ഉമ്മയില്ലാത്ത വീട് വീടേയല്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ല സ്നേഹം ആശംസിക്കുകയാണ്. ഇനി എനിക്ക് മാതാപിതാക്കളുടെ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. അത് ഫിലിപ്പമ്പാടിൻ്റെ കോട്ടാണ്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. മക്കൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഉരുകരുത്. ഒരിക്കൽ കൂടെ പറയാം, മക്കൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ജീവിക്കരുത്. മക്കൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഉരുകരുത്. നിങ്ങൾ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കണം. അവർക്ക് വേണ്ടി ഉരുകണം. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതും ഉരുകുന്നതും കണ്ട് നിങ്ങളുടെ മക്കളെ വളർത്തി വലുതാക്കിയാൽ നിങ്ങളുടെ വാർദ്ധക്യം സമ്പുഷ്ടമാവും. സ്നേഹത്തോടെ ഫിലിപ്പമ്പാട്. താങ്ക് യു.